കുട്ടികൾ ലേഡീസും മക്കളുമായിട്ട് കണക്റ്റഡാണ്. അവർക്ക് എപ്പോഴും ഒരു കണക്ഷൻ, ഒരു കമ്പാനിയൻഷിപ്പ് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു പുരുഷൻ അങ്ങനെ കണക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആണുങ്ങൾ പ്രായമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കുന്നതെന്ന് വെച്ചാൽ സെക്സിന് വേണ്ടിയിട്ടല്ല, ഒരു കമ്പാനിയൻഷിപ്പ്. മരണം വരെ ഒരു കൂട്ട് വേണം. അതിനുള്ള ഒരു കമ്പാനിയൻഷിപ്പ്, നമുക്കുള്ള വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ഇടം. എല്ലാവരുടെ അടുത്തും പോയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ക്ലോസ് ആയിട്ടുള്ള ഒരു ഇടമാണ് മാരേജിൽ. കാരണം എൻ്റെ സ്വത്ത് എൻ്റെ തലമുറയ്ക്ക്, ആ ഒരു കൺസെപ്റ്റിലേക്ക്. കാരണം കുട്ടികളില്ലെങ്കിൽ ആ ഇതങ്ങോട്ട് പോയി, ആ ജനറേഷൻ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ആ തറവാട് അങ്ങോട്ട് മാറി. പിന്നെ ആ തറവാട്ടിൽ അടുത്ത ജനറേഷൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മുടെ പിൻഗാമികളായിട്ട് വരാനുള്ള ഒരു നിയമപരമായിട്ട് അധികാരം, എന്താ ലിവിങ് ടുഗദർ, അതിനൊന്നും നിയമമായിട്ട് യാതൊരു ഇതുമില്ലാത്തതാ. ഒരു കുട്ടി, അതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഇതുമില്ല. ഒരു നിയമത്തിൻ്റെ കോടതിയിൽ പോയാലും ഒരു രക്ഷയും കിട്ടാത്ത സാധനം. അപ്പം നിയമപരമായിട്ട് നടക്കുന്ന ഒരു ഫങ്ഷനാണെന്ത്, മാരേജ്. അതിന് നിയമത്തിൻ്റെ വാലിഡിറ്റി ഉള്ളൂ. അത് നിർബന്ധമായിട്ടും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ മതത്തിലും നടത്തേണ്ട, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും, പെൺകുട്ടികൾ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ഫാദർ ആൻഡ് മദർ കല്യാണം കഴിപ്പിക്കണമെന്ന്. നിങ്ങളൊക്കെ പറയും എന്താ, നിങ്ങളെ ഉത്തരവാദിത്തം കഴിയാൻ വേണ്ടിയിട്ടല്ലേ എന്ന്. സ്വാഭാവികമായിട്ട് എൻ്റെ മക്കളൊക്കെ പറയുന്ന കാര്യമാണ്, അങ്ങക്ക് അങ്ങനെ കെട്ടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും അല്ല. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ മരണം വരെ വാപ്പയും ഉമ്മയും മക്കളും ഒന്ന് തന്നെയാണ്. അവിടെ ഒരു ഉത്തരവാദിത്തം അവിടെ കഴിയുന്നില്ല. മക്കൾക്ക് അതേപോലെ ഉത്തരവാദിത്തമുണ്ട് പാരൻസിനോട്. ഏത് പാരൻ്റ് ആയാലും, മദറിലോ ആയാലും ഫാദറായാലും മദറായാലും ഒക്കെ ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ തന്നെയാണ് പാരൻസിനും മക്കളോടും. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം സങ്കടപ്പെടുന്ന വ്യക്തി ആരായിരിക്കും? പാരൻസ്. വേറെ ഒരാൾക്കും ഒരു സങ്കടം ഉണ്ടാവില്ല. പക്ഷെ ഈ ലവ് മാരേജൊക്കെ വരുമ്പോൾ സമയത്ത് ഇതൊന്നും തലയിൽ കയറില്ല. കാരണം എന്താ അറിയോ, അത് അവരുടെ ഇഷ്ടമല്ലേ. നിങ്ങൾ വളർത്തേണ്ടത്, നിങ്ങളെ ഡ്യൂട്ടിയാണ് മക്കളെ നോക്കേണ്ടത്. ഡ്യൂട്ടി തിരിച്ചുമുണ്ട്, പാരൻസിനോടും ഉണ്ട് ഡ്യൂട്ടി. മക്കൾക്ക് മാത്രമല്ല, പാരൻസിന് മാത്രമല്ല മക്കളോടുള്ള ഡ്യൂട്ടി. തിരിച്ച് പാരൻസിനോടുള്ള ഡ്യൂട്ടി മക്കൾക്കുള്ളത് എന്താ, അവരെ അംഗീകരിക്കുക. ഒരിക്കലും ഒരു പാരൻറ്റും സ്വന്തം മക്കളെ കഷ്ടത്തിലാക്കാൻ ആരും വിചാരിക്കില്ല. എല്ലാ പാരൻറ്റും അവനവനെ സുഖത്തിനേക്കാട്ടിലും നല്ലൊരു സുഖമുള്ള ജീവിതമാണ് എല്ലാ പാരൻസും തിരഞ്ഞെടുക്കുക. പിന്നെ എന്താ വെച്ചാൽ പണ്ടുള്ള ആളുകൾ പറയുന്നവർ ചക്കയല്ലല്ലോ ചൂഴ്ന്ന് നോക്കാൻ. ആ ചൂഴ്ന്ന് നോക്കാനുള്ള കുറച്ച് ടെക്നിക്സൊക്കെയാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു പ്രീ മാരിറ്റൽ ക്ലാസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. റേറ്റ് ഓഫ് ഡിവോഴ്സ് കുറയ്ക്കുക, പിന്നെ റൈറ്റ് ഇൻഫർമേഷൻ. നിങ്ങൾക്കൊക്കെ ഇൻഫർമേഷൻസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് ചിലത് സത്യമായിരിക്കാം, ചിലത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതായിരിക്കാം. അപ്പോൾ എന്താണ് കറക്റ്റ് ഇൻഫർമേഷൻ? നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ എപ്പോഴും ഒരു മാരേജിന് ഒരു പ്രിപ്പറേഷൻ വേണം, മെൻ്റലി ആൻഡ് സൈക്കോളജിക്കൽ. ഒരു പ്രിപ്പറേഷൻ നമ്മൾ അതിന് മുമ്പ് നടത്തണം. നമ്മൾ ലവ് മാരേജസിൽ ചിന്തിക്കുന്ന എപ്പോഴും എന്താ അറിയോ, ഞാനും അയാളും, അത് മാത്രമേ ചിന്തിക്കുന്നുണ്ടാവൂ. പക്ഷേ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് നടക്കുന്നത്. വ്യക്തി മാത്രമല്ല, അവിടെ കുടുംബങ്ങളും പല കൾച്ചറുകളുമാണ് നടക്കുന്നത്. അപ്പം നമ്മളെ തിരൂരിലുള്ള ഒരു കൾച്ചറല്ല മലപ്പുറത്തുണ്ട്. സ്വന്തം ജില്ലയായ മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂരിലുള്ള കൾച്ചറല്ല മലപ്പുറത്തുള്ളത്, പട്ടാമ്പിയിൽ വേറെ. ഈ കൾച്ചർ വ്യത്യാസം വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ കുറേ സ്ട്രെസ് വരുന്നുണ്ട്. അതേമാതിരി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ചില ലവ് മാരേജസിലൊക്കെ നമ്മൾ കാണുന്നത് വെച്ചാൽ എക്സ്ട്രീംലി ഹൈയും എക്സ്ട്രീംലി ലോ ആയിരിക്കും. അപ്പോൾ അവർക്ക് അതൊന്നും പൈസ ഒരു വില ഒന്നുമല്ല എന്നാണ് പറയുക. പക്ഷേ ABCDയിലെ ഫിനാൻസ് നോക്കണം എന്നുള്ളതാണ്. ബി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി നോക്കണം. ബ്യൂട്ടി കുറച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി മാറും എന്നുള്ളതും നമ്മൾ അംഗീകരിക്കണം. എന്നും കല്യാണം കഴിക്കുന്ന അതേ രൂപത്തിലാവില്ല പുരുഷനായാലും സ്ത്രീ ആയാലും, പിന്നീട് മാറ്റങ്ങൾ വരാം. ക്യാരക്ടർ നോക്കണം. അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയെന്ന് നോക്കണം.
അവൾ കല്യാണം കഴിച്ചത് തന്നെ അടിച്ചു പൊളിക്കാനാണ്. അവൾക്ക് ആകെ വേണ്ടത് ബൈക്കിൽ കറങ്ങുക, പുതിയ ഡ്രസ്സ് എടുക്കുക, ഇത് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പെക്റ്റേഷൻസിൽ വന്നു കഴിഞ്ഞാൽ അതല്ല ലൈഫ് എന്ന റിയാലിറ്റി അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഈ പയ്യന് എന്നും ഒരു സാധാരണ ജോലിക്കാരനായി ദിവസക്കൂലിക്ക് പോകുന്ന ഒരാൾ എന്നും ബൈക്ക് പോകണം, പുതിയ ഡ്രസ്സ് വാങ്ങണം, ഇങ്ങനെ കറങ്ങി നടക്കണം, ടൂറ് പോകണം, ഇങ്ങനത്തെ കുറേ എക്സ്പെക്റ്റേഷൻസ് വഴിയാണ് ആ കുട്ടിയെ കല്യാണത്തിന് വരുന്നത്. അപ്പം ഇതേപോലെ എനിക്ക് കല്യാണം കഴിഞ്ഞാൽ എനിക്ക് UK പോകണം, അല്ലെങ്കിൽ ലണ്ടനിൽ പോകണം എന്നൊക്കെ പിന്നെ അമേരിക്കയിൽ പോകണം എന്നൊക്കെയുള്ള എക്സ്പെക്റ്റേഷൻസിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതൊക്കെ പ്രശ്നമാവും. കാരണം അവിടെ ടൂ മച്ച് എക്സ്പെക്റ്റേഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയറിയ എത്രത്തോളം എക്സ്പെക്റ്റേഷൻ പൊങ്ങിപ്പോയോ അത്രത്തോളം താഴ്ചയ്ക്ക് വീഴുമ്പോൾ ആഘാതം കൂടുന്നതാണ്. നമുക്കൊരു സെക്യൂരിറ്റി, ഒരു മെയിൽ എന്ന് പറഞ്ഞാൽ ഒരു മാസ്കുലിൻ പവർ ഉള്ളതാണ്. അപ്പം ഒരു ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ പവറാണ്. ഈ ഇമോഷണൽ പവറും മാസ്കുലിൻ പവറും ചേർന്നാൽ മാത്രമേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മാരേജിൽ അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു ലോക്കിന് പ്രത്യേകം, നിങ്ങൾ നോക്കിയിട്ടില്ലേ ആ കീൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാവും? ഒരു ഷേപ്പിന് കണക്കാക്കിയതായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള ലോക്കിൻ്റെ അടയാളങ്ങൾ. അപ്പോൾ മാത്രമേ അത് ഫിറ്റ് ആവുള്ളൂ. ഞാൻ ഒരു കല്യാണം കഴിക്കുമ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞതോടുകൂടെ എന്താവും? ഭാര്യ എന്നൊരു പദവിയിലേക്ക് അവർ മാറും. ഒരു പുരുഷൻ, ഒരു ആൺകുട്ടി നിക്കാഹ് കഴിയുന്നതോടുകൂടെ ഭർത്താവ് എന്ന റോള് മാറി. പിന്നെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ കുട്ടികളായിട്ട് നിങ്ങളാരെയും അംഗീകരിക്കില്ല. നിങ്ങളെ വീട്ടിൽ മാത്രമേ നിങ്ങൾ കുട്ടിയുള്ളൂ. വേറെ പുറത്തിറങ്ങിയാൽ ആ പെണ്ണെന്നേ പറയുള്ളൂ. കുട്ടിയുടെ സ്ഥാനം പോയി. കാരണം റോൾ അവിടെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ റോൾ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മെൻ്റലി അതിന് പ്രിപ്പയർ ചെയ്യണം. അപ്പം നേരത്തെ മോള് പറഞ്ഞ മാതിരി ഇതുവരെ എങ്ങനെയോ നിന്നു, ഇനി വേറൊരു വീട്ടിൽ പോകുമ്പോൾ ഒരു പാർട്ട്ണറേയും കൂടെ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഇത് നമ്മൾ മെൻ്റലി അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു വിവാഹത്തിലേക്ക് സേഫായിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഒരു കല്യാണം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ ഒരു മരുമകളെ എങ്ങനെ പെരുമാറണം എന്നത് ഇന്ന സൊസൈറ്റിക്കൊരു എക്സ്പെക്റ്റേഷനുണ്ട്. അടുത്തുള്ളവരൊക്കെ പറയും, അത് എണീറ്റ് വന്നിട്ടില്ലല്ലേ. ഇതൊക്കെ പഴയ ഇതാണ്. ഇപ്പോഴത്തെ അമ്മായിമാരൊന്നും അങ്ങനെ പറയില്ല. കാരണം കുറച്ചും കൂടെ യങ്ങറുതല്ലേ. ഞങ്ങളെ കാലത്തൊക്കെ ആണെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് വന്നിട്ടില്ലെങ്കിൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഓരോന്നിനും അവിടെ ഇഷ്യൂസ് ഉണ്ടാവും. ഇഷ്യൂസ് കൂട്ടിക്കൊടുക്കാൻ ആരുണ്ടാവും? അയൽപ്പക്കക്കാരും ഉണ്ടാവും. അപ്പോൾ ഈ സൊസൈറ്റിക്ക് ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷന്. ഒരു ആണായാൽ കരയാൻ പാടില്ല, ആണിന് സങ്കടം വന്നാൽ കരയാൻ പാടില്ല എന്നുള്ളത് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയ റൂളാണ്. അല്ലാതെ ആണുങ്ങൾക്കും സങ്കടം വരും, അവർ കരയേണ്ട സമയത്ത് കരയന്നെ വേണ്ടി വരും. ബ്രെയിന്, ആണുങ്ങളുടെ ബ്രെയിനാണ് വലുത്. അതാണ് പറയാ, പണ്ടുള്ളവർ പറയും പെൺബുദ്ധി പിൻബുദ്ധി എന്നാണ് പറയാ. അത് പക്ഷേ അവരെ ബ്രെയിൻ സർക്യൂട്ട് നമ്മളെ ബ്രെയിനിനെക്കാട്ടിലും വെയിറ്റ് കൂടുതലാണ്. പിന്നെ നമ്മൾ കൂടുതൽ വർത്തമാനം പറയാൻ ഇഷ്ടപ്പെടുന്നവർ അല്ലേ? പെണ്ണുങ്ങളല്ലേ വർത്തമാനം പറയാൻ കൂടുതൽ. ആണുങ്ങൾ എത്രയെങ്കിലും പറയുമോ? എൻ്റെ ബിലീഫ് ആയിരിക്കില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിലീഫ്. നമുക്കൊരു ബിലീഫുണ്ട്, ഇങ്ങനെ പോയാൽ. ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ എനിക്കൊരു എന്താപ്പോൾ ഒറ്റയ്ക്ക് പോയാൽ, കാരണം ഞാൻ ആ ഒരു നിങ്ങളെ പോലെ ഒരു ആൻറ്റിയായിട്ട് ചിന്തിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ പോവാൻ പാടില്ല എന്നൊരു കൾച്ചറിലാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ഒരു കൾച്ചറിലേക്കായിരിക്കും നമ്മൾ ചെന്ന് പെടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്തുണ്ടാവും? ആകെ ഒരു അസ്വസ്ഥത. ഒന്നിൽ നമ്മൾ പെട്ടെന്ന് ചൂടാവും, എന്താ പോയാലേ എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായി ചോദിക്കും. അപ്പോൾ ഈ ബിഹേവിയറൽ കോൺസിക്വൻസസ് അവിടെ നടക്കും. കാരണം വ്യത്യസ്തമായ കാഴ്ചപ്പാടും ബിലീഫ് സിസ്റ്റമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് 24 വയസ്സായിരുന്നു. അപ്പോൾ ആ 24 വർഷം എനിക്ക് കിട്ടിയ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, കുറേ ബിലീഫുണ്ട്. ആ ബിലീഫും കൊണ്ടാണ് ഞാനൊരു പാർട്ട്ണറുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ആ പാർട്ട്ണർക്കും അത്രയും വയസ്സിന്, ഇപ്പോൾ 27 വയസ്സുള്ള ഒരു പാർട്ട്ണറാണെങ്കിൽ ഈ 27 വയസ്സ് വരെ അയാൾക്ക് കിട്ടിയ ഒരു ജീവിതത്തിൽ കിട്ടിയ കുറേ അനുഭവങ്ങളുണ്ട്. അതും അവരുടെ ബിഹേവിയറും കൊണ്ടാണ് അവരും ഈ ജീവിതത്തിലേക്ക് വരുന്നത്.
അപ്പം ഈ ആറ്റിറ്റ്യൂഡ്സിലും ബിലീഫിലും ഒക്കെ ഭയങ്കര വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങൾക്കറിയാലോ, സിക്സ് ആണോ വലുത്, അത് അവിടെ പറഞ്ഞ 9 ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? രണ്ടുപേരും പറഞ്ഞത് ശരിയാണ് എന്ന ബിലീഫ് സിസ്റ്റത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? പ്രശ്നങ്ങളുണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അവിടെ എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ആലോചിക്കുക. കാരണം ഞാനും പറഞ്ഞത് ശരിയാണ്, ആൾ പറഞ്ഞത് ശരിയാണ്. കാരണം അയാളുടെ ആംഗിൾ നിൽക്കുമ്പോൾ അതായിട്ട് തന്നെ തോന്നുള്ളൂ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ, അതൊരു പാർട്ട്ണറും തമ്മിലുള്ള, ഹസ്ബൻഡും വൈഫും തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്ത് കിട്ടാൻ കുറച്ച് പണിയാണ്. പരസ്പര വിശ്വാസം, അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ഫോൾട്ട് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ. ആദ്യം ചെറുതായിട്ടായിരിക്കും തുടങ്ങുക. ഇപ്പോൾ പണ്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് കാറെടുത്ത് പോകുമ്പോൾ എൻ്റെ കൂടെ ജെൻസ് സ്റ്റാഫ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്, താനൂരായിരുന്നു ഞാൻ. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ കാറിൽ ലിഫ്റ്റ് കയറുമ്പോൾ ഞാൻ ആദ്യം എന്നെ വിളിച്ച് പറയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത. എന്തുകൊണ്ടായിരിക്കും ഞാൻ വിളിച്ചു പറഞ്ഞത്? എൻ്റെ കൂടെ മറ്റാണുങ്ങളാണ് കയറിയിട്ടുള്ളത്, പുറമേയുള്ള സൊസൈറ്റി ഇത് കാണുന്നുണ്ടാവും, അതിൽ പരിചയമുള്ള ആളുകളുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഡോക്ടറെ നിങ്ങളെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളെ വൈഫിൻ്റെ കൂടെ ആരോ കുറേ ആണുങ്ങളെ കണ്ടു എന്നുള്ളൊരു മെസ്സേജ് ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞാൽ ആൾക്കറിയാം, അങ്ങനെയുണ്ട്. പക്ഷേ വേറൊരാൾ വിളിച്ച് പറയുമ്പോൾ എന്തായി? സംശയം. ഇതേപോലെ തന്നെയാണ് മക്കളെ കാര്യത്തിന്. ഇപ്പം ഞാൻ എൻ്റെ മക്കളുടെ അടുത്തൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിൽ ഞങ്ങൾ അറിയണം. വേറൊരാൾ വഴി ഞങ്ങൾ അറിയുന്നതിനേക്കാട്ടിലും അവനവൻ്റെ പാരൻസിനോട് നമ്മൾ പറയണം. മക്കളായാലും പാരൻസ് ആയാലും എല്ലാം ആ ഒരു സന്ദർഭം നമ്മുടെ ലൈഫിൽ ഉണ്ടാവാതെ നോക്കണ്ട. അപ്പം ട്രസ്റ്റും ഹോണസ്റ്റിയും നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പിൽ. അതിപ്പോൾ ഫാമിലി ഇൻലോസിനോടായാലും ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് ട്രസ്റ്റ് ബിൽഡിങ്? നമ്മളെ സ്വഭാവം. ഇപ്പോൾ പണ്ട് എൻ്റെ ഉപ്പ പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ എല്ലാം നമ്മുടെ മക്കളെ, നിങ്ങളെ പാരൻസും അങ്ങനെ തന്നെ ആയിരിക്കും, നമ്മളെ മക്കളെ വിശ്വാസം ഉണ്ടാവും. കാരണം അവർ തെറ്റ് ചെയ്യില്ല എന്നുള്ളത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് കിട്ടുന്ന ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പോയി. അപ്പോൾ ആ കൺസിസ്റ്റൻ്റായി ഞാൻ ഒറ്റയ്ക്ക് പോയ പണ്ട് ഞാൻ ഡിഗ്രി വരെ എന്നെ ഒരാൾ കൊണ്ടാക്കാരനായിരുന്നു ഹോസ്റ്റലിലേക്ക് അന്നകാലത്ത്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ ഒറ്റയ്ക്ക് വിടാൻ തുടങ്ങിയത്. കാരണം അപ്പോഴാണ് എൻ്റെ പാരൻസിനൊരു വിശ്വാസം വന്നിട്ടുള്ളത്, ഇവൾക്ക് ഒറ്റയ്ക്ക് പോവാം, ഇവൾ എവിടെ പോയാലും ഇതാവില്ല, അല്ലെങ്കിൽ മറ്റു ബന്ധത്തിലൊന്നും പെടില്ല എന്നുള്ള ഒരു വിശ്വാസം വരുന്നത് ആ ടൈമിലാണ്. അപ്പോൾ ആ കോൺഫിഡൻസ്, ആ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എൻ്റെ ബിഹേവിയർ കൊണ്ടാണ് അവർക്ക് ആ വിശ്വാസം വന്നത്. അതേസമയം ഞാൻ എവിടേക്കെങ്കിലും ഇന്ന വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വേറെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ ആ ഒരു വിശ്വാസം അവിടെ നഷ്ടപ്പെടും. പിന്നെ പാർട്ട്ണറിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും അവരെ സഹായിക്കാൻ നിൽക്കണം. അല്ലാതെ അപ്പോൾ കുറ്റം പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പം അവരെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടോ വന്നതായിരിക്കാം. അല്ലാതെ ചിലവരുണ്ട് ലഹരിയും മറ്റും ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ നമ്മളതിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്ത സമയത്ത് ഒരു ജെന്യുവൻ റീസൺ വഴി ഫിനാൻഷ്യലോ ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൂമേഴ്സൊക്കെ വരികയാണെങ്കിൽ നമ്മളെ വിശ്വാസമുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വിശ്വാസമുള്ള ഒരു പാർട്ട്ണർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ ഒന്നിൽ ഷൗട്ട് ചെയ്യുന്ന സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ അടിക്കുന്ന സ്വഭാവമായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ മാറ്റിയില്ലെങ്കിൽ എന്താ അറിയോ, ഇതേ സ്വഭാവം പോയിട്ട് സ്വന്തം പാർട്ട്ണർ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നെ എല്ലാം അല്ലേ, അപ്പം അറിയാതെ നമ്മൾ ഇതേ സ്വഭാവം അവിടെ എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ്സ് എല്ലാവർക്കും ഉണ്ടാവും. മനുഷ്യൻ ആരും പെർഫെക്റ്റ് അല്ല.
അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടേതായ കുറേ നെഗറ്റീവ്സ് ഉണ്ടാവും. ആ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തി അതിനെ പ്രോഗ്രാം ചെയ്ത് റീപ്രോഗ്രാം ചെയ്ത് മാത്രമേ നമുക്കൊരു കുടുംബജീവിതത്തിൽ കടക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്കൊരു നല്ലൊരു ലൈഫിലേക്ക്, കാരണം ഇതേ സ്വഭാവങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മൾ അറിയാതെ ഷൗട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ, ഈ സബ് കോൺഷ്യസ് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ആ സന്ദർഭം വരുമ്പോൾ ഒരൊറ്റെടുത്ത് ചാടല്ല, നമ്മളറിയുന്നില്ല. നമ്മുടെ ബ്രെയിൻ കോൺഷ്യസ് മൈൻഡിൽ അത് അറിയാതെയാണ് നമ്മൾ എടുത്ത് തരുന്നത്, കാരണം ഇതവിടെ ഉണ്ട്. അപ്പോൾ അതിനെ റീപ്രോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു നല്ല ലൈഫ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഭാര്യമാർക്കുള്ള ഇതെന്താന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും പറഞ്ഞു പോയിരുന്നൊക്കെ അവിടെ കിടക്കും. അവർ വന്നാലും ഇത് മാറൂല. പക്ഷെ ഇവർ ഇതൊക്കെ പറഞ്ഞാണ്ട് പോവും. അവർക്കിതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ഈ ഫീലിങ്സ് ആയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഇത് അവർ വരുമ്പോഴും അതേ കോലത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്തത് എന്താണോ അതേ പ്രവൃത്തിയിലായിരിക്കും നമുക്ക് നിൽക്കുക. അപ്പോൾ അവർക്കൊന്നും കൂടെ ചൂടാവും. അപ്പോൾ അവർ നമ്മളിൽ നിന്ന് ദേഷ്യം കാണിക്കുകയും ചെയ്യും, അകലുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും അവരെ പ്ലേഫുൾ ആക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കുക. പിന്നെ എപ്പോഴും ഐഡിയാസ് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഈ ലൈഫിൽ പാർട്ട്ണർ ലൈഫുമായിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതാണ് വർക്കും ഫാമിലിയും വരുമ്പോൾ കുറയുന്നൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. കാരണം വർക്കിൽ രണ്ടുപേരും ബിസി ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതില്ല. ലേഡീസിന് വേറെ ഉള്ള ഉത്തരവാദിത്തം, വീട്ടിലത്തെ ഉത്തരവാദിത്തം, ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടുതലും ആർക്കാണ്, നർച്ചറിങ് ചെയ്യുന്ന ലേഡീസാണ്. കാരണം ഒരു കുട്ടീനെ നോക്കാൻ ഒരു ഭർത്താവിന് അത്ര കഴിവില്ല. പക്ഷെ ആ കഴിവ് ലേഡീസിന് പടച്ചോൻ തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സംസാരം, വളച്ച് കെട്ടി പറയരുത്. കാരണം ഈ ആണുങ്ങൾക്ക് വളച്ച് കെട്ടി പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഇപ്പം എൻ്റെ ഈ മാസം അറിയോ എന്ന് ചോദിക്കും. ചിലപ്പോൾ ആ മാസമായിരിക്കും നമ്മുടെ ബർത്ത്ഡേ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അവർക്ക് എന്ത് മാസം, ജൂൺ മാസമാണ്, ആയിക്കോട്ടെ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, നമ്മുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുന്ന. പക്ഷെ അതല്ല പറയണത്, എനിക്ക് ഗിഫ്റ്റ് തരുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെയും കത്തും. അല്ലാതെ ഈ മാസത്തിൻ്റെ പ്രത്യേകത അറിയുമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആണുങ്ങൾക്ക് അത് ആലോചിക്കാനുള്ള ഒരു ഇതില്ല. കാരണം അവർ ഇമോഷണലി, നമ്മൾ ഇമോഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആണുങ്ങൾക്ക് ഒരിക്കലും ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ തുറന്നടിച്ച് പറയേണ്ടി വരും. ഇന്നതാണ്, ഇങ്ങനെ ചെയ്ത് തരണം കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോവാട്ടോ, അല്ല ഇന്ന് വരൂലേ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ആദ്യമേ 2-3 ദിവസം മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആ ദിവസം അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും നേരങ്ങൾ എൻ്റെ ക്ലാസ് ഞാൻ 1 way ആയിട്ട് ഇങ്ങനെ പറയുന്നു. അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ കേട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്, പക്ഷെ അത് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്കത് കറക്റ്റ് രീതിക്ക് തന്നെ ഒന്നും കൂടെ നമ്മളിൽ ഫീഡായി. പിന്നെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം സുഹൃത്തത പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ട് ആണ് പ്രീ മാരിറ്റൽ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം എടുക്കുന്ന ഒരാളെ പോലെ തോന്നിയില്ല. നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വന്നേ. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഏകദേശം ഒരു 20+ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കും കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതിലും കൂടുതലായിട്ട് എല്ലാ രീതിക്കും ഇത് പറഞ്ഞു തന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുറച്ചും കൂടെ 2 ബോയ്സിനെയും ഗേൾസിനെയും കൂടെ കമ്പൈൻ ചെയ്തൊരു സെഷൻ ആകുമ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റും. വന്നപ്പം അധികം എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചിട്ടല്ല ഞാൻ വന്നത്. ഐ വാസ് ലേസി ടു കം ഹിയർ, ബട്ട് വെൻ ഐ കെയിം ഹിയർ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ബിക്കോസ് ഞാനും ഇപ്പം 20 അപ്പോൾ ആശി സൈഡ് അങ്ങനെ വലുതായ കുട്ടി തന്നെയാണ്. ഇങ്ങനത്തെ ഒരു പ്രീമാരിറ്റൽ ക്ലാസ്, ആസ് ഐം സെയിങ്, ലൈക്ക് എവ്രി വൺ ഷുഡ് ഗെറ്റ് ദിസ് ക്ലാസ്. ബിക്കോസ് നമ്മൾ കുറേ പേര്, ഞാൻ കല്യാണം കഴിഞ്ഞ കുറേ കസിൻസും എല്ലാവരുടെ അടുത്തു നിന്നും കേട്ടിട്ടാണ് ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മോർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു ലേൺ ഫ്രം അറിയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ക്ലാസ് വെച്ചിട്ട് നമ്മളെല്ലാവരും ഇത് കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദാറ്റ്സ് വൈ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ പറഞ്ഞ പോലെ തന്നെ വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലേന്ന് ക്ലാസ്സിനെ കുറിച്ചിട്ടൊന്നും. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് ക്ലാസ്സൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ വിചാരിച്ച പോലെ ഒന്നും അല്ലേന്ന്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാനും പ്രീ മാരിറ്റൽ ക്ലാസ്സിന് ഇസ്ലാമിക് ക്ലാസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലാറെ ഒന്നും കൂടി ബെറ്ററായി തോന്നി. കാരണം കുറേ എല്ലാ രീതിയിലും ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല ക്ലാസ്സായിരുന്നു.
ഞാൻ താത്ത പറഞ്ഞ ഇസ്ലാം ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട് ഇതേപോലെ ക്ലാസ്സൊക്കെ. പിന്നെ കുറച്ചൊക്കെ കൂടി ഇങ്ങനെ വീഡിയോസും ഓരോ പ്രസൻറ്റേഷനുമായി കാണിച്ചു തന്നപ്പോൾ നമുക്ക് ക്ലാസ് ഒന്നും കൂടി വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റും. അതുപോലെ എൻ്റെ ഏജിലുള്ള കുട്ടികളൊക്കെയാണ് കൂടുതൽ ഇപ്പോഴത്തെ ഈ ജനറേഷനിലാണ് ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ വേണ്ടത്. അപ്പോൾ ഈ ഡിസിഷൻ നല്ലൊരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ക്ലാസ്സിൽ വന്നതിൽ. അല്ലെങ്കിൽ എന്താ പറയുക, നല്ല കുറേ കേൾക്കാനും അറിയാനും ഒന്നും കൂടി നമുക്ക് എന്താണ് നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനുള്ള കുറേ അറിയാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. ഫസ്റ്റ് ഉമ്മ ഈ സുഹൃത്താത്തന്നെ ക്ലാസ് ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മനോട് തന്നെ ചോദിച്ചു എന്തിനാ പോകേണ്ട ആവശ്യം, ലൈക്ക് നമുക്കെല്ലാം അറിയില്ലേ. പിന്നെ കുറേ പേര് പറയും ലൈക്ക് നമ്മളിങ്ങനെ പോയിട്ട് കാര്യം. ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സിനോട് കുറച്ച് പേര് ചോദിച്ചു, അപ്പോൾ ഓരൊക്കെ പറഞ്ഞു ഇപ്പം തന്നെ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അതുപോലെ പോകേണ്ട രീതിയാന്നൊക്കെ ഓര് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി നമുക്ക് അതൊക്കെ നമ്മളൊരു തോട്ടാണ്, ലൈക്ക് ഓരോരുത്തർക്കും ഓരോ തോട്ടാണ്. പക്ഷെ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുക എവിടെയൊക്കെ നമ്മൾ ഇത് ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് നമ്മളെ ചോയ്സിൽ നമ്മളെല്ലാം കറക്റ്റാണ്. അതിപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് അങ്ങനെ ആവും എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് ലൈക്ക് വേറൊരാൾ പറഞ്ഞു തരുമ്പോഴാണ് കറക്റ്റ് എവിടെയാണ് ലൈക്ക് നമ്മൾ നോക്കേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് കറക്റ്റ് മനസ്സിലായി. അപ്പം ഇങ്ങനത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും വേണമെന്നാണ് എനിക്കും തോന്നണത്. പ്രതീക്ഷിക്കാത്ത വന്ന ഒരാളാണ്. ഇന്ന് രാവിലെ വരെ ഞാൻ എന്തിനാ മാമിനോട് ചോദിച്ചു ഞാൻ വരണോ പോണോ എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ വന്നതിൽ നല്ല ബർത്തായി കിട്ടിയ ക്ലാസ്സാണ്. ഞങ്ങൾ ഫസ്റ്റായിട്ട് എടുക്കുന്ന പോലെ ഒന്നും ഇല്ല ഫീൽ ചെയ്ത്. ഞാൻ എങ്ങനെ വൈകുന്നേരം വരെ ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ സമയമൊക്കെ വേഗം പോയി. നല്ല ക്ലാസ്. താങ്ക് യു. എനിക്ക് തോന്നണ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഏരിയ കവർ ചെയ്ത പോലെ എനിക്ക് തോന്നി. ഇപ്പം നമ്മളുടെ അലൈൻസ് സീക്ക് ചെയ്യുന്ന തൊട്ടിട്ട് പിന്നെ ഫാമിലി പ്ലാനിങ് എങ്ങനെ, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് നമ്മളിങ്ങനെ നീങ്ങണം, അല്ലെങ്കിൽ ബഡ്ജറ്റിങ് അങ്ങനെ. അപ്പം ഞാൻ ആക്ച്വലി ഒരു ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ക്ലാസ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് എല്ലാ ഏരിയയും കവർ ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഇത് ഞാൻ നിർബന്ധമായിട്ട് എനിക്കറിയാം ഇതിന് വരാൻ എല്ലാവർക്കും മടിയാണ്. കാരണം നിങ്ങളൊക്കെ ഇതെന്തിനാണ്, ഇതൊക്കെ നമ്മളൊക്കെ പഠിച്ചതല്ലേ. ശരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ ചോദിച്ചത്. നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിൽ കാരണം ഞങ്ങളൊക്കെ പ്രായം കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിന് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നണമല്ലോ. തോന്നാത്തതുകൊണ്ടാണ് ഇപ്പോൾ പാരൻസും വിചാരിക്കും എന്തിനപ്പോൾ കല്യാണത്തിന് മുമ്പ് ഒരു ക്ലാസ് എന്ന്. പക്ഷേ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി അറിയുമ്പോൾ, നമ്മളതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വ്യത്യാസം. നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്നത് ഒരു ചെറിയൊരു ഐഡിയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയ ആ ഒരു ക്ലാസ് കൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയും ഇതിൽ വരുന്ന വേറെ ഒന്നാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതേമാതിരി കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇൻ്റർപേഴ്സണൽ. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഒരു ചെറിയ സമ്മറിയും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട്. ശരിക്കും ഇത് ജെൻസിനും കൂടെ ഉള്ള ക്ലാസ്സാണ്, ആൺകുട്ടികൾക്കും ഉള്ള ക്ലാസ്സാണ്. പക്ഷെ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഗേൾസിന് മാത്രം, കാരണം ആദ്യം പെൺകുട്ടികൾക്ക് കൊടുക്കട്ടെ. പിന്നെ എൻ്റെ ഒരു വിഷൻ അതാണ്. നമ്മുടെ സൊസൈറ്റിയിൽ, മുസ്ലിം സൊസൈറ്റിയിൽ ഞാൻ കാണുന്നത് കുറേ പെട്ടെന്ന് ചെറിയ നിസ്സാര കാര്യങ്ങൾക്കാണ് ഡിവോഴ്സിന് വരുന്നത്. അപ്പം അവർ ഈ കുട്ടികളുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് കുറേ ഒരു പരിധിവരെ നമുക്കിതിനെയൊക്കെ സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. ഞാൻ അന്നേ എൻ്റെ ട്രെയിനിങ് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ എൻ്റെ സാറിന് കൊടുത്തൊരു വാക്കാണ്, എനിക്ക് എൻ്റെ ലേഡീസ് പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ക്ലാസ് പ്രീ മാരിറ്റൽ കൊടുക്കണം എന്നുള്ളത്. അത് 5 വർഷം കഴിഞ്ഞു, അല്ല 10 വർഷം കഴിഞ്ഞു ഞാനത് അപ്ലൈ ചെയ്യാനെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് പ്ലാനിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വീണ്ടും. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും, കാരണം വന്നപ്പം നിങ്ങളൊരു മൂഡില്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേ എനിക്കും ഒരു നിങ്ങളെ വലിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയ പോലെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്ക് എന്തോ ഒരു റിലാക്സേഷൻ കിട്ടി. കാരണം കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരം കിട്ടി എന്ന് നിങ്ങളുടെ ഫേസ് ഒന്ന് കണ്ടപ്പോൾ ഈ പറയുന്നതിന് മുമ്പേ എനിക്ക് തോന്നി. അപ്പോൾ താങ്ക് യു.